ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ വേർപിരിയാനുണ്ടായ കാരണം എന്താണെന്ന് ഈ വ്യക്തി കണ്ടെത്തുന്നു. സത്യങ്ങൾ മറനീക്കി പുറത്തേക്ക് വരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റീഡിംഗ് നിങ്ങൾ മുഴുവനുമായി കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും വളരെ പോസിറ്റീവായി നിന്നുകൊണ്ടും വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് ഓവറോൾ എനർജിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ആൻഡ് ഓൾസോ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ കറണ്ട് എനർജി എന്താണ്, കറണ്ട് സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ്. അതായത് ഇത് എനർജി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ള കാർഡാണ്. ഓക്കെ, പ്ലാനിങ് ആൻഡ് ആക്ഷൻ. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്ലാനിങ് ആൻഡ് ആക്ഷൻ എന്നുള്ളൊരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പ്ലാനിങ് ആൻഡ് ആക്ഷൻ തന്നെയാണ് ആ ഒരു എനർജിയിലാണ്. അത് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പദ്ധതി തയ്യാറാക്കുക, ആക്ഷൻ എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം. സോ ആ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു എനർജിയിലാണ് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. വെള്ളമുണ്ട്, വായു, അഗ്നി, ഭൂമി, അങ്ങനെ ഓരോ എലമെന്റ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു നേച്ചർ, അതായത് ആ ഒരു പ്രകൃതി തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എവിടെയാണ് എന്ന് പോലും ഈ വ്യക്തിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് ഈ പേഴ്സണ് വളരെ മനോഹരമായി തന്നെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ സ്വപ്ന ദർശനം കിട്ടുന്നു. അതായത് സ്വപ്നത്തിലൂടെ കാണുന്നു. അതായത് നിങ്ങൾ ഈ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതല്ല എങ്കിൽ എന്താ പറയാ, മറ്റാരെങ്കിലും വഴി ഈ പേഴ്സൺ അറിയുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അല്ലെങ്കിൽ നേരെ തിരിച്ചാകാം, നേരെ ഉൾട്ടയാകാം. നിങ്ങളായിരിക്കാം ഈ പേഴ്സണെ കുറിച്ച് യാദൃച്ഛികമായിട്ട് ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അറിയുന്നത്. ഓക്കെ, കാരണം ഇവിടെ പ്രകൃതി നല്ല രീതിയിൽ തന്നെ നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നമുക്കിപ്പോ ചില കാര്യങ്ങളൊന്നും പറ്റൂലെങ്കിൽ നമ്മളെ പ്രകൃതി സഹായിക്കും. കാരണം ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ്, മദർ യൂണിവേഴ്സ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ആ സഹായം കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ ചില കേസുകളിൽ നമുക്ക് അത്തരം സഹായങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച്, നിങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നം ഈ വ്യക്തി കാണുകയാണ്. അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾ എവിടെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണ്. നിങ്ങളിപ്പോൾ വിഷമിക്കുകയാണെങ്കിൽ അത് ഈ പേഴ്സണെ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ അത് ഈ പേഴ്സൺ അറിയാനായിട്ട് സാധിക്കും. സോ ടെലിപ്പതി കണക്ഷൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതുപോലെ നേച്ചർ നല്ല രീതിയിൽ ഇവിടെ നിങ്ങൾ രണ്ടുപേരും സംരക്ഷിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നെക്സ്റ്റ് ഈ പേഴ്സൺ എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ, ചില തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ടോക്സിക് ആയിട്ട് തോന്നിക്കുന്ന ബന്ധങ്ങൾ. അതിപ്പോ പ്രണയബന്ധം തന്നെ എന്നല്ല, പ്രണയം എന്ന് പറയുന്നത് നിങ്ങളോട് മാത്രമേ ഉള്ളൂ ഈ പേഴ്സണ്. പക്ഷെ മുൻപ് മറ്റാരോടെങ്കിലും തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് സൗഹൃദം ഉണ്ടായിട്ടുണ്ടാകാം. അവര് പറയുന്നതാണ് ശരി, അവര് പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. അതായത് ഓക്കെ, അവർ പറയുന്നതാണ് സത്യം, അവരുടെ കൂടെ നിൽക്കാം എന്നുള്ള രീതിയിൽ നിന്നിട്ട് നിങ്ങളെ മാറ്റി നിർത്തുക, നിങ്ങളെ വിലയില്ലാതെ കാണുക. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യിപ്പിച്ചു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജീനെ നഷ്ടപ്പെടുത്തിയെന്നും അതുപോലെ ഈ പേഴ്സന്റെ എനർജീനെ നഷ്ടപ്പെടുത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം എനർജി എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടുമ്പോഴാണ് നമ്മളുടെ എനർജി നഷ്ടപ്പെടുന്നത്, ഡ്രെയിൻ ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും തമ്മി തല്ലിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയബന്ധത്തെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില മോശപ്പെട്ട, വേണ്ടാത്തതായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ചില ബന്ധങ്ങളിലേക്ക് ഈ വ്യക്തി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട വ്യക്തികളായിട്ട് നിങ്ങളുടെ പേഴ്സൺ കൂട്ടുകൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തനിക്ക് കൊള്ളില്ല എന്നും തൻ്റെ ജീവിതത്തിന് അത് ആപത്താണെന്നും നെഗറ്റീവ് ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തി അതിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട്, അതായത് ഓക്കെ ഇതെനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അതിൽ നിന്നും എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നേ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ നമ്പർ ഈസ് 27. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ആയിക്കോട്ടെ ഈ പേഴ്സന്റെ ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയാ, ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ലേഡിയുടെ എനർജിയാണ്. ആൻഡ് ഓൾസോ സം ഓഫ് ദം ഗോട്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ്. അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അത് ചെയ്തതും ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ചിലപ്പോൾ ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്തിട്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ആപ്റ്റ് ആകണം എന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഭൂരിഭാഗം എനർജി നമുക്ക് കിട്ടുന്നതാണ് ഈ പറയുന്നത്. സോ ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ആഭിചാരക്രിയകൾ അല്ലെങ്കിൽ സംതിങ് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ആയിരിക്കാം. എനിവേ ഒരു ലേഡിയുടെ സാന്നിധ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ അവർ ഭയങ്കരമായിട്ടൊന്നില്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിത്തല്ലി പോകണം എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം തകർന്നു പോകണം എന്നായിരിക്കാം ഇവരുടെ ലക്ഷ്യം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് അങ്ങനെ ഒരു ലേഡി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്കത് ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. യെസ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഹീലിംഗ്. എന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഹീലിംഗ്. കാരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹീലാണ്. പലപ്പോഴും പലവരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, വാട്ട്സ് ദ മീനിങ് ഓഫ് ഹീലിംഗ്. ഹീലിംഗിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ പറയാ, അത് മലയാളം എനിക്കത്ര ഇതില്ല, അതൊരു ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മനോവിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹീല് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ വിഷമം ഇല്ലാണ്ടാക്കുക. ഓക്കെ, ആ ഒരു കാര്യം ഇല്ലാണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മുറിവുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നൊക്കെ വെച്ച് കൊടുത്ത് അത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലേഡി കാരണം, ഈ ഒരു സ്ത്രീ കാരണം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും
ഒരു ഹീലിംഗ് എഫക്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ആശ്വസിപ്പിക്കാൻ, നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ, നിങ്ങളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഈ പേഴ്സണെ ഹീൽ ചെയ്യാൻ പറ്റും. കാരണം ഈ പേഴ്സണും നിങ്ങളുടെ വ്യക്തിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സ് തുറന്ന് അത് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി വൺസ് മോർ പേഷ്യൻസ് ആണ്. ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പം ഇതിൽ പലവരും ഭയങ്കരമായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ശരിയാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഓക്കെയാണ്, നമുക്ക് അത്രയും സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ക്ഷമ വേണ്ടിയതായിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിൽ, ചില സാഹചര്യത്തിൽ നമുക്ക് ക്ഷമ വേണം എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ഷമ വേണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ ആ ഒരു ക്ഷമയോട് കൂടി ഇരിക്കാം, എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരികയുള്ളൂ. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് പലതും ചിലപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചൊരു ഇൻഫോർമേഷൻ ആയിരിക്കാം ഈ റീഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അറിയാത്തതായിട്ടുള്ള സത്യങ്ങളായിരിക്കാം. എനിവേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.